ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഹാപ്പി ദീപാവലി ഗൈസ്. രാത്രിയായി അല്ല സോറി രാത്രിയല്ല രാവിലെയായി 6:30 തോന്നുന്നു. ഗൈസ് എണീക്കാം. ഗൈസ് ഇപ്പം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ചാച്ചനും അമ്മയും അമ്മ വീട്ടിൽ പോയിട്ടേ ഉള്ളേ. ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇന്നലെ തൊട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അവരിന്ന് വൈകുന്നേരം വരും. വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാത്ത ഷെയർ ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നേരെ വീഡിയോട്ട് ഗൈസ്. ഇപ്പം സമയം രാവിലെ 6:35. അയ്യോ ഗൈസ്, ഇന്ന് ഞാൻ അതിരാവിലെ എണീച്ചു. അതിരാവിലെ ഇതൊന്നല്ല, അതിരാവിലെ ഗൈസ് എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. ഇപ്പം ഞാൻ വീട്ടിൽ കയ്യും പോയി. ഗൈസ് ഇപ്പം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. മുറ്റത്ത് ഒരു വലിയ പൈപ്പെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം കഥ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. സത്യത്തിൽ ഈ വ്ളോഗ് ഞാൻ ഇന്നലെ തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇന്നലെ കുറേ ക്ലിപ്സ് എടുത്തിന് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സമയം പറയുന്നില്ല. ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മളെ കുഴൽക്കിണറത്തെ പൈപ്പ് കേട്ടോ. ഈ കുഴൽക്കിണറിൽ ഗൈസ് നമ്മളിപ്പം ഈ വീട്ടിലിപ്പം ഞാൻ മാത്രം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലിപ്പോൾ വെള്ളമില്ല ഗൈസ്. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഈ വീട്ടിലിപ്പോൾ വെള്ളമില്ല. മോട്ടറിൽ എന്തെല്ലോ പ്രശ്നമായി. മോട്ടർ ഇട്ടാൽ ഇപ്പം ഇങ്ങോട്ടേക്ക് നമ്മളെ പൈപ്പിലേക്ക് വെള്ളം വരില്ല. അങ്ങനത്തെ ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചാച്ചനും അമ്മ വീട്ടിൽ പോയത്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ആ സീന് എന്തായാലും അവർ ഇന്ന് വരും. ഇന്ന് വൈകുന്നേരം അവർ വരും എന്തായാലും. ഇപ്പം 6:35 അല്ലേ, ഒരു 7 മണി 7:45 പണിക്കാരുടെ വരും. ഇതിലൊന്ന് സെറ്റാക്കി ഇതെല്ലാം മോട്ടറെല്ലാം ശരിയാക്കാൻ വേണ്ടി. അന്നേരം ഇവിടെ ആരെങ്കിലും ഒരാൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് രാവിലെ പണിക്കാർ വരുമെന്ന് പറഞ്ഞു ഗേസ്. അതൊരു 1.5 പണിയായിരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം എൻ്റെ മേത്ത് മൊത്തം ചളിയുണ്ടായി. അല്ലിപ്പിനെ കുപ്പായത്തിൽ മൊത്തം ചളിയുണ്ടായിരുന്നില്ല. ഞാൻ ക്ലിപ്പ് എടുത്തില്ല. അന്നേരം ഒരു ക്ലിപ്പ് എടുക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി ഗൈസ്. അതാണ് ഈ പൈപ്പിൻ്റെ കഥ ഗൈസ്. ഇത് പൈപ്പ് ബാക്കിന്നേ വരുന്ന കേട്ടാ. ബാക്കിലെ കുഴക്കാണ് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ ചുറ്റിയിട്ട് ഇങ്ങനെ ഇത്രം വരെ എത്തിച്ചിന് പൈപ്പ്. ഞാനും അച്ചാച്ചനും പിന്നെ പണിയെടുക്കാൻ വന്ന ഒരാളുണ്ടായി. അയാളങ്ങോട്ട് ചേർന്നു ഗൈസ്. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഗൈസ് ദീപാവലി എന്ന ഗൈസ്. ഇന്ന് അന്നേരം പടക്കം വാങ്ങണം. വൈകുന്നേരം പോയി പടക്കെല്ലാം വാങ്ങി സെറ്റാക്കണം ഗൈസ്. പിന്നെ ഇവരെല്ലാം വന്നിട്ടാകുമ്പം രാത്രി പടക്കം പൊട്ടിക്കണം ഗൈസ്. ദീപാവലി വിഷുവിന് ഒരു കുറേയൊന്നും വാങ്ങൂല, ലേശം. ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രമേ ഗൈസ് ദീപാവലിക്ക് പടക്കം വാങ്ങി. ഇതൊരു ദീപാവലിക്ക് പടക്കം വാങ്ങിയില്ല, വീഡിയോക്ക് വേണ്ടി മാത്രമേ ഗൈസ്. അതുകൊണ്ട് എന്തായാലും കുറച്ച് വാങ്ങും, രാത്രി എന്നിട്ട് പൊട്ടിക്കും ഗൈസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാനാക്കിയിട്ടില്ല ഗൈസ്. ഫ്രിഡ്ജ് സ്വീറ്റ് പൊറോട്ട ഉണ്ട് എന്നാണ് അമ്മമ്മ പറഞ്ഞത്. എവിടെയുള്ളത് നോക്ക്. അയ്യോ, ഇത് എവിടെയുള്ള സ്വീറ്റ് പൊറോട്ട വാങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനല്ല വാങ്ങിയേ. ഇത് എവിടെ ഉള്ളത് സ്വീറ്റ് പൊറോട്ട? എവിടെയൊന്നുമില്ല. അയ്യോ, പൊളിഞ്ഞാനിപ്പോൾ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇതെന്താ മലിച്ചപ്പ. ഞാനിതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. സ്വീറ്റ് പൊറോട്ട ഫ്രിഡ്ജിലുണ്ട് പറയാം, ഞാൻ കാണുന്നതില്ല ഗൈസ്. അങ്ങനെ സ്വീറ്റ് പൊറോട്ട വിദഗ്ധമായി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. 2 സ്വീറ്റ് പൊറോട്ട ഉണ്ട് കേട്ടോ. നോക്കാം ഗൈസ്. എന്തായാലും ഇപ്പം കഴിക്കാനായില്ല. ബ്രഷ് ചെയ്യണം, എന്നിട്ട് വിളക്ക് കത്തിക്കണം, എന്നിട്ടായിരിക്കും കളിക്കുക. ഇപ്പം എവിടെയായിട്ടും വെക്കാം. ഇവിടെ വെക്കാം ഗൈസ്. പിന്നെ ഞാൻ വേറൊരു എക്സൈറ്റഡ് ഒരു കാര്യമുണ്ട് ഗൈസ്. ഇതിനെ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗൈസ്. 6 മണിക്ക് ജനനായകനിലെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങും. തലപതി കച്ചേരി എന്നെല്ലാം പറഞ്ഞിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ട്. അതിനാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അതൊരു പ്രോമോ KVN പ്രൊഡക്ഷൻസ് ഇറക്കിയില്ല ഗൈസ്. അതാണ് എനിക്കെന്തോ ഒരു സംശയം. എന്തായാലും ഇന്ന് ഇറങ്ങും ഗൈസ്. ദീപാവലി സ്പെഷ്യൽ എന്ന വിജയൻ്റെ ഗാനം ഇറങ്ങും. ആദ്യ ഗാനം ജനനായകനിലെ ഫസ്റ്റ് സിംഗിൾ. ഐ എം വെയിറ്റിംഗ് ഗൈസ്, ഐ എം വെയിറ്റിംഗ് ഗൈസ്. ഇത് ഞാൻ നേരത്തെ തുറന്നു തന്നല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചെന്ന് തോന്നുന്നു ഗൈസ്. പത്രം എടുക്കണം. വാവ്, ബ്യൂട്ടിഫുൾ. അടുത്ത് പത്രം ഒന്നും വന്നില്ല. ഇതല്ലേ. അയ്യോ, ഈ ഫിംഗറിലാക്കി നോക്കണം കേട്ടോ ആദ്യം. അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈക്ക് വിലഞ്ഞ് കയറും. നമുക്ക് ഒരിക്കലും അങ്ങനെ പറ്റീനാവണ്ട ഗൈസ്. ഞാൻ പറഞ്ഞ പൈപ്പ് നോക്കണം കുഴൽക്കിണറിലെ. ഇങ്ങനെ പോയി കണ്ട അങ്ങ് അവിടെ ഒരു അറ്റം വരെ ഉണ്ട് ഗൈസ്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ വരുന്നേ.
ഗൈസ് ഇപ്പോൾ സമയം 6:50 ഞാൻ കുറച്ച് സമയം ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടാ. ഗൈസ് രാവിലെ എണീച്ചെടുത്ത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം ഇതല്ലോ. ഗൈസ് ഞാനിപ്പം അടുപ്പിച്ച് എന്തായാലും എണീക്കുന്നത് ഒരു 12 മണി 13 മണി ലൈറ്റ്. ഗൈസ് പെട്ടെന്ന് രാവിലെ എണീച്ചുകൊണ്ടായിരിക്കാം, ഭയങ്കര ക്ഷീണം. പിന്നെ ഗൈസ് ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ്, മഴയും. ഗൈസ് ഇന്നലെ രാത്രി ഇടിയും മിന്നലും മഴയിലാണ് നമ്മളെ കണ്ണൂർ. എനക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല ശാന്തത ക്ലൈമറ്റ് വരുമായിരിക്കും. ഇതുവരെയായിട്ട് നല്ല മഴക്കാറുണ്ട്, നല്ല മഴക്കാറുണ്ട് ഗൈസ്, നല്ല മഴക്കാറുണ്ട്. നോക്കാം റെഡിയാവും ഗൈസ്. നമുക്ക് തന്നെ വൈഫൈ അങ്ങ് ഓണാക്കാം. അയ്യോ ഗൈസ് വൈഫൈ ഓണാവുന്നുണ്ട്. ഞാൻ വൈഫൈ ഓണാക്കുന്ന ഏതൊരു വീഡിയോ കാണിച്ചു, ഏതോ വീഡിയോ പറഞ്ഞത് KFC സിംഗർ ബർഗറിലല്ലേ, ട്രൈയിങ് KFC സിംഗർ ബർഗറിലുണ്ട് ഗൈസ് നമ്മൾ വൈഫൈ ഓണാക്കുന്ന വീഡിയോ. ഗൈസ് അത് ഓണായി, മൊത്തത്തിൽ ഓണായി വന്നാലേ അത് ഓണായി നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഒരു മോഡം ഓണായി എന്നാണ് ആ ഒരു ലൈറ്റ് അർത്ഥമാക്കുന്നത് ഗൈസ്. 5 ലൈറ്റ് ഉണ്ട്, അത് മൊത്തത്തിൽ കത്തി വന്നാൽ മൊത്തത്തിൽ ഓണായി എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ 2 ഗൈസ്, ഇപ്പോൾ 2 കത്തി, 3 കത്തി, ഓക്കെ 4 കത്തി. നടുക്കത്തൊന്നുണ്ട് ഗൈസ്, അത് കത്തി ശരിക്കും ഓണാവും. നടുക്കത്തൊന്ന് കത്താണ്ട്, നടുക്കത്ത് കത്തും ഗൈസ്. നോക്കോ ഗൈസ്, നടുക്കത്തി കത്തി. സന്തോഷം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ദീപാവലി സ്പെഷ്യൽ വ്ളോഗാണ്. പക്ഷേ ഇത് ചിലപ്പോൾ ദീപാവലി പടക്കം പൊട്ടിക്കാൻ ചിലപ്പോൾ ലേശ സമയം ഉണ്ടാവും, കൂടുതൽ സമയം എന്തായാലും പണിക്കാർ വന്ന് ഇവിടെ ചിലവാകും ഗൈസ്. എന്തായാലും എന്തായാലും അതെല്ലാം കാണിച്ചു തരാം ഗൈസ്. പണിക്കാർ വരാനായില്ല. ഇപ്പം സമയം എത്ര ഗൈസ്? ഇപ്പം സമയം 7:40 കേട്ടോ. ഒരു 9 മണിയാകുമ്പോൾ പണിക്കാർ വരും, മോട്ടറിന് ശരിയാക്കും, പൈപ്പെല്ലാം മുറ്റത്തോളം എല്ലാം സെറ്റ്, കുഴൽക്കിണറിലൊക്കെ തന്നെ സെറ്റാക്കി വെക്കും. അതാണ് ഇനി പണിക്കാർ വന്നിട്ട് നമ്മൾ അടുത്ത പണി ഗൈസ്. ഭക്ഷണം ചെയ്തു, ഇനി വിളക്കെത്തിച്ചു, ഇനി സ്വീറ്റ് പൊറോട്ട കഴിക്കണം, അത് കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ. അവർ വരെ എന്തായാലും സമയമെടുക്കും, അതുവരെ വെറുതെ ഇരിക്കുന്നില്ല ഗൈസ്. TV വെക്കാൻ തോന്നുന്നു ഗൈസ്. നമ്മൾ ടിവിൻ്റെ റിമോട്ട് വേറെ, ഇത് ഹോം തിയേറ്റർ റിമോട്ട് കേട്ടോ. പക്ഷേ റിമോട്ട് ഞാൻ ഫ്രീ ഫയർ കളിച്ച് ഇമോട്ട് എന്നല്ല ഇപ്പം പറയുന്നു. അത്ര ഗൈസ് സോണി ഗൈസ്. ഇത് ടിവിൻ്റെ റിമോട്ട്, ഇത് സെറ്റ് ബോക്സിൻ്റെ റിമോട്ട്. സെറ്റ് ബോക്സ് അതായത് ചാനലും അതെല്ലാം എടുക്കാൻ വേണ്ടി ഗൈസ്. എന്നാൽ കുറച്ച് സമയം TV കണ്ടിട്ട് വരാം ഗൈസ്. ബൈ. ഗൈസ് മോട്ടർ ശരിയാക്കാൻ വന്നതിൻ്റെ ആ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഗൈസ്. പിന്നെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് പൊട്ടിയിട്ടേ ഉള്ളത്, അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലാവും, അല്ലെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ. ജപ്പാൻ കുടിവെള്ളം അതിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടുമായിരുന്നു ഗൈസ്. ഈ ജപ്പാൻ കുടിവെള്ളത്തിന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ചില സമയം കിട്ടും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എനിവേ അയ്യോ ഗൈസ്, സമയം പോയ പോക്കെ 10:30 ഗൈസ്. അവർ 9:15 വന്നതാണ്, 10:30 വരെ അവിടെ തന്നെ ആയിപ്പോയി ഗൈസ്. പിന്നെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പടക്കം വാങ്ങാൻ പോകും ഗൈസ്. എന്തായാലും കുറേയൊന്നും വാങ്ങുന്നില്ല, ലേശം കുറച്ച് പടക്കം എന്തായാലും വാങ്ങണം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിഷുവിന് വാങ്ങുന്നതിന് 3000-നൊന്നുമല്ല വാങ്ങുന്നത്, ഒരു 200 ഉറുപ്പ്യക്കായിട്ട് ലേശം വാങ്ങിയിട്ട് ഒന്ന് കാച്ചിയൊക്കെ ഗൈസ്. എന്തായാലും വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്. ഉച്ചയായിട്ടാ, 2 മണിയായി. ഉച്ചക്ക് തിന്നാൻ ഇന്നലെ ആക്കിയ പാൽപ്പായസം ഉണ്ട് ഗൈസ്. നോക്കാം, പാൽപ്പായസം ഉണ്ട്. ഇതിപ്പം ഇതൊരു കോപ്പിലായിട്ട് ആക്കണം. മുഞ്ചിയ ഇത് കിട്ടുന്നില്ല ഗൈസ്. പാൽപ്പായസം എടുത്തിട്ടുണ്ട് ഗൈസിന്. എന്തായാലും കഴിച്ചിട്ട് വരാം. ഇപ്പോൾ ഉച്ച 2 മണി അടുപ്പിച്ചാവാറായി ഗൈസ്. കഴിച്ചിട്ട് നേരെ പടക്കം വാങ്ങാൻ പോകണം. അത് 2 എണ്ണ വാങ്ങിയിട്ട്, ഒരു ബോംബും ഒരു ചെറിയൊരു മാലപ്പടക്കം, ഇത്രയും വാങ്ങില്ല ഗൈസ്. സിമ്പിൾ ദീപാവലി. അവിടെ മഴയെല്ലാം പോയിട്ടോ ഗൈസ്. നമ്മൾ വിചാരിച്ച മഴയാണ്, അപ്പുറത്തേതോ പൂക്കിറ്റ് എത്തിയതാണ്. നമ്മൾ പോക്ക പൊട്ടന്മാരാണല്ലേ. നീ വന്ന് കത്തിച്ച് ഇറങ്ങിയിട്ട് ഓടുന്നു. ഇവിടെ എൻ്റെ തിരിഞ്ഞിറക്കാക്കിയ സെറ്റല്ലേ? അതാ പ്രശ്നം. ഒരു പേപ്പർ ഉണ്ടാ ഗൈസ്? ഒരു പണി കിട്ടി, കത്തിച്ചോ. ഇങ്ങോട്ട് സ്കൂട്ടറൊന്നും വരില്ലല്ലോ. ഓടണേ, അതന്നെ എനിക്ക് എന്നോടും പറയാനുള്ളത്.
കേസ് പച്ചരി എടുത്തത് നമ്മൾ ഇല്ല കത്തിയില്ല. ഓ ഇതൊരു മാതിരിയാണല്ല. നമ്മൾ പണ്ട് കുണ്ട് കത്തിച്ചിട്ട് മുഖത്തേക്ക് കുറച്ച് ഓർമ്മയുണ്ട? ഇല്ല ലൈറ്റ് കത്തിച്ച് പേപ്പറും ഇല്ലാത്തൊരവസ്ഥ. എവിടെ വെച്ചിനി ഗൈസ്? നമ്മൾ ശ്രീകൃഷ്ണ എന്തൊക്കെ ഉണ്ടായേക്കണം കേട്ടോ. അല്ലെ തിരി കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടാക്കി വെച്ചോ ഗൈസ്. കത്തിച്ച് ഓടുക, അതാണ് അടിപൊളി ഗൈസ്. ഇതായിട്ട് അപ്പുറത്തിപ്പുറത്ത് എറിക്കുമെന്ന് എൻ്റെ പേടി. കത്തി 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 ഇല്ലടാ കെട്ടി ഗൈസ്. അത് കെട്ടോ കത്തിയോന്നും അറിയില്ല. അയ്യോ എടാ കെട്ടടാ, അത് തീ കനലാണ്. ചുമ്പോ എടാ പോകുന്നുണ്ടേ. ഗൈസ് കത്തിയില്ല ഗൈസ്. മൂഞ്ചി ഫസ്റ്റ് ട്രൈ തന്നെ മൂഞ്ചിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മളങ്ങനെ തളരൂല ഗൈസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നോക്കണല്ലോ ആടെത്തുമ്പോൾ ഒരു കത്തലും പൊട്ടലും ആണെങ്കിലും ഉണ്ടല്ലോ സീനായിരിക്കും ഗൈസ്. ആടെത്തിയില്ല, ഞാൻ പറഞ്ഞില്ലേ. ആ അങ്ങനെ വെച്ചാൽ വേഗം കത്തും. കുറച്ച് നടുക്കോട്ടാക്കി വെക്കാം ഞാൻ വില്ലേജ് ഫുഡ് ചാനലിലെ ക്യാമറമാനവരും കണ്ടതല്ല. അതെടുത്ത് അതിനൊന്നുമില്ല. വണ്ടി ഇങ്ങോട്ടൊക്കെ സ്കൂട്ടർ കത്തി 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 ഗൈസ്. കത്തും 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 കത്തി 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 ഇപ്പം വേണ്ട ഗൈസ്. എന്തൊരു ഫ്ലോപ്പാ ഗൈസ് നമ്മളിത്. ഗൈസ് ആദ്യം പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. തിരികത്തിയാ ഗൈസ്? തിരികത്തി അമ്മ അറിയില്ല ഗൈസിൻ്റെ തിരി പോയിട്ടാ. എടാ തിരി പോയതൊരു വല്ലാത്ത ഇതായാലോ. എവിടെ നമ്മൾ കത്തിച്ച ഇടുന്നല്ലേ ഗൈസ്? ഇത് എത്രാമത്തെ നമ്മൾ ട്രൈ ചെയ്യാന്ന്? മൂന്നാമത്തെ അല്ലേ? അതൊന്ന് പൊളിച്ച് കളയല ഗൈസ്. എൻ്റെ കീശയിൽ മൊത്തം ഗുണ്ടാട്ടാ. കാണുന്നുണ്ടോ എന്നറിയില്ല, കുറേ ഉണ്ട്. അയ്യോ കാണുന്നില്ലല്ലോ. കണ്ടോ ഗൈസ്? കുറേ ഉണ്ട്, ഒരു 8 ഉണ്ടെന്നോ. ബാക്കി വീട്ടിലുള്ള പിന്നെ ആരും കത്തിക്കാം. ഇതല്ലേ തിരി? എടാ ഇത് ലാസ്റ്റ് കുറച്ചേ കിട്ടുമെന്ന് തോന്നല്ല. അങ്ങനെ നമ്മൾ കത്തിക്കുന്നുണ്ട്, എന്നാലും പൊട്ടും കേസ്. വേറെ കാര്യം നമ്മൾ 10 കത്തിച്ച് ഒന്നെങ്കിൽ പൊട്ടും. എടാ കുറച്ച് അടുത്ത് വെക്കും, ഓടാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ എന്നാലും പൊട്ടു. ഇത്ര നീ ഉയരത്ത് വെച്ചാൽ എങ്ങനെ പൊട്ടുവാ ഗൈസ്? മൂന്നാമത്തെ ട്രൈ. ഇത് കത്തിക്കാം. അടാ ഏയില്ല, എങ്ങോട്ടൊക്കെ പോയി ഗൈസ്? ഈ പ്രാവശ്യത്തെ ദീപാവലി ഫ്ലോപ്പായി സത്യം. കത്തുക എന്നാ ഇത് ഇത്ര കേട്ടോ. ഇത്ര നമ്മൾ എടുത്തിട്ടു. ഒരു പേപ്പറൊന്നും വേണ്ടല്ലോ ഇതിന്. ഗൈസ് അടുത്ത ഗുണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് പൊട്ടിക്കുന്നത്. കത്തിയില്ലേ? ഗൈസ് ഗുണ്ട് ഗൈസ്. സോറി അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓഫായി പോയി ഗൈസ്. അതിൻ്റെ ഫോൺ ഓഫായി പോയി, ചാർജ് തീർന്ന്. മാലപ്പടക്കം പൊട്ടിക്കുന്നത് ക്ലിപ്പ് കിട്ടീനി. 2 ഗുണ്ട് കത്തിക്കുന്നത് ഉണ്ടായിനി, പൊട്ടുന്നതും 2 ഉണ്ടായിനി. സോറി ശബ്ദത്തിൽ ആ 2 ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി. അതേപോലെ തന്നെ പിന്നൊക്കെ എടുക്കാനും പറ്റിയില്ല, ഫോൺ ഓഫായി ഗൈസ്. ഇപ്പോൾ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് വീട്ടിനകത്ത് വന്നിട്ട് ആകെ മാലപ്പടക്കം പൊട്ടിക്കുന്ന മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ.
സോറി ഗൈസ്, അടുത്ത വിഷുവിനെല്ലാം നല്ലോണം പൊട്ടിക്കാൻ ന്യൂ ഇയറെല്ലാം വരാൻ പോകുന്നുണ്ട്. മൈ ബാഡ് ഗൈസ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായോ, സോറി. ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു ഗൈസ്. ദീപാവലി വ്ളോഗ് കഴിഞ്ഞ് ഗൈസ്, ഇത്രേ ഉള്ളൂ. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് തീർന്ന്. ഷാക്ക എടുക്കാൻ പറ്റാതെ നല്ല വിഷമമുണ്ട്. സോറി, ഞാൻ കുറേ സോറി അറിയാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ ലൈക്ക് എടുക്കണമെന്ന് നിർബന്ധം പറയില്ല, ഇത് അത്ര ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ബൈ.